ഉം. മാറാത്ത സ്നേഹിതൻ മാനുവേ തന്തിരു മാറിടം ചാരിടം ഞാൻ ദിനവും മാറിടമാകവേ മാറിടും നേരവും ചാരിടം തന്തിരു മാറിടമാ മാറാത്ത സ്നേഹിതൻ മാനുവേ തന്തിരു മാറിടം ചാരിടം ഞാൻ ദിനവും ഖേദമെന്നാകിലും മോദമെന്നാകിലും ഖേദമില്ലാത്തൊരു സ്നേഹിതനാണവൻ. ഖേദമെന്നാകിലും മോദമെന്നാകിലും ഖേദമില്ലാത്തൊരു സ്നേഹിതനാണവൻ. വേദിനിയിൽ വേദനകൾ ഏതിനമൊക്കെ എന്നറിഞ്ഞു മാറാത്ത സ്നേഹിതൻ മാനുവേ തന്തിരു മാറിടം ചാരിടം ഞാൻ ദിനവും നിത്യതയോളവും സത്യകൂട്ടാളിയ ക്രിസ്തനല്ലാതെ ഇല്ലാരും ഈ ഭൂമിയിൽ. നിത്യതയോളവും സത്യകൂട്ടാളിയ ക്രിസ്തനല്ലാതെ ഇല്ലാരും ഈ ഭൂമിയിൽ. മൃത്യുവിനാ മാറുമെത്ര മിത്രമായാലും മധ്യന്താ. മാറാത്ത സ്നേഹിതൻ മാനുവേ തന്തിരു മാറിടം ചാരിടം ഞാൻ ദിനവും ഭാരങ്ങളേറുമീ പാരിൽ നാൾ തോറുമെൻ ഭാരം ചുമന്നിടും കർത്തനാണേശുവാ. ഭാരങ്ങളേറുമീ പാരിൽ നാൾ തോറുമെൻ ഭാരം ചുമന്നിടും കർത്തനാണേശുവാ. ആത്മപ്രിയൻ നല്ലിടയൻ ആർദ്രതയിൻ നീ പിന്തുടരും. മാറാത്ത സ്നേഹിതൻ മാനുവേ തന്തിരു മാറിടം ചാരിടം
ഞാൻ ദിനവും പാരിടമാകവേ മാറിടും നേരവും ചാരിടാൻ തൻ തിരു മാറിടമാ മാറാത്ത സ്നേഹിതൻ മാനുവേ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള അനുഗ്രഹീതമായ ഒരു പാട്ടാണ്. അത് എഴുതിയ ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. സമായിസി ഒരുപക്ഷെ വ്യക്തിപരമായിട്ട് നമ്മുടെ പേഴ്സണൽ ഡിവോഷണൽ ടൈമിൽ ദൈവത്തെ, കർത്താവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയാൻ പറ്റുന്ന അനുഗ്രഹീതമായ ഗാനങ്ങളിൽ ഒന്നാണ് ഈ ഗാനം. ഇന്നത്തെ പ്രഭാതത്തിൽ നിങ്ങളോട് പറയാൻ ഒരു ചെറിയ ഡിവോഷന് വേണ്ടിയാണ് ഞാൻ വന്നത്. നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. എല്ലാ പ്രഭാതത്തിലും നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് വേദപുസ്തകത്തിൻ്റെ വളരെ ഡീപ്പായി ആഴമായ സത്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഡിവോഷൻസ് നടത്താറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്ത കാര്യം പൊതുജനത്തോട് പറയണം എന്നെൻ്റെ ഹൃദയത്തിൽ തോന്നിയതുകൊണ്ട് ഞാൻ ആ ഡിവോഷൻസ് വായിക്കാൻ പോവാണ് കേട്ടോ. പ്രസംഗിക്കുകയല്ല, വായിക്കുക. ഇവിടെ മോശ മരിച്ചുപോയി എന്ന് നമ്മൾ വായിക്കുന്നു. മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ആ ലൊക്കേഷൻ നിങ്ങളുടെ മനസ്സിലൊന്ന് കരുതിക്കും. മോശ മരിച്ചു എന്ന് മാത്രമല്ല തോറ പറയുന്നത്, അവൻ എങ്ങനെ മരിച്ചുവെന്നും അത് എങ്ങനെ പ്രധാനമാണെന്നും അത് നമ്മോട് പറയുന്നു. എബ്രായ ഭാഷയിൽ ഈ വാക്യം വളരെ ശ്രദ്ധേയമാണ്. യഹോവയുടെ വചനപ്രകാരം എന്ന് മലയാളത്തിൽ എഴുതുമ്പോൾ എബ്രായ ഭാഷയിൽ എഴുതിയിരിക്കുന്നത് അൽ പായ് യഹ്വേ എന്നാണ്. യഹോവയുടെ വായിലൂടെ എന്നാണ് അർത്ഥം. ഇപ്പഹ് എന്ന വേർഡിന്റെ അർത്ഥം വായ് എന്നാണ്. അതിന് സംസാരം, ശ്വാസം, കൽപ്പന, ഇൻറ്റിമസി അല്ലെങ്കിൽ അടുപ്പം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന അതേ പദമാണ് ഇപ്പഹ് എന്ന് പറയുന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം അനുസരിച്ചു അല്ലെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനപ്രകാരം മോശ മരിച്ചുവെന്ന് തിരുവെഴുത്ത് പറയണമായിരുന്നു. എന്നാൽ റബിമാര് ഈ ഒരു വിഷയം പഠിക്കുമ്പോൾ ഈ ഒരു വാക്യത്തിന്റെ ഭാഗത്ത് നിൽക്കും. എന്നിട്ട് അവർ പറയാറുള്ളത് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം മരിച്ചു എന്നല്ല, മറിച്ച് അത് ദൈവത്തിന്റെ വായിലൂടെ എന്നാണ് പറയുന്നത്. അതായത് അതിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു ഹീബ്രു പദം എന്ന് പറയുന്നത് മിഥാത്ത് നെഷിഖ എന്നാണ്. മിഥാത്ത് നെഷിഖ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ചുംബനം എന്നാണ്. അതായത് റബനിക്കൽ ട്രഡീഷൻസിൽ ജൂയിഷ് റബീസ്, ഞാൻ പറയുന്നത് നമ്മുടെ മലയാളത്തിന്റെ അല്ലെങ്കിൽ വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധമല്ല, ജൂയിഷ് ആളുകൾ പഠിപ്പിക്കുന്നത് റബനിക് പാരമ്പര്യ പ്രകാരം മിഥാത്ത് നെഷിഖ എന്ന് പറഞ്ഞാൽ അർത്ഥം ചുംബനത്തിലൂടെ മരണം എന്നാണ്. ചുംബനത്തിലൂടെ മരണം. നമുക്കറിയാം ആദമിനെ ദൈവം അനുഗ്രഹിച്ചു എന്ന് നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്. ആദമിന്റെ മുഖത്ത് ഊതിയെന്നും നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഈ അനുഗ്രഹിച്ചു എന്നതിന് കൊടുത്തിരിക്കുന്ന എബ്രായ ഭാഷത്തിലെ പദമെന്ന് പറയുന്നത് നമ്മൾ ബറാഖ് എന്ന വാക്കിന്റെ ഏൻഷ്യന്റ് ഹീബ്രുവില് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു കുഞ്ഞിനെ, കൊച്ചു മക്കള് ജനിക്കുമ്പം അവരിങ്ങനെ പായിൽ ഇങ്ങനെ കിടത്തുമ്പോൾ അതിൻ്റെ അടുക്കൽ വരുന്ന മുതിർന്നവർ, മാതാപിതാക്കൾ മുട്ടുമടക്കി ആ കുഞ്ഞിന്റെ മുമ്പിലോട്ട് മുട്ടുമടക്കി നിന്ന് കുനിഞ്ഞ് അവനെ ചുംബിക്കാറുണ്ടല്ലേ. ദ സെയിം പിക്ചറാണ് ആദമനോടുള്ള ബന്ധത്തിൽ അത്യുന്നതനായ ദൈവം തൻ്റെ ഓമനപുത്രനായ ആദം എന്ന തൻ്റെ മകന്റെ മുമ്പിൽ വന്ന് ബറാക്കി അവനെ ചുംബിക്കുക. അപ്പൊ ദൈവത്തിന്റെ ചുംബനമാണ് ആദാമിന്റെ ജീവിതം. ആദാമിനെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം അവനെ ചുംബിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് അർത്ഥമാക്കാം.
ആ, യഹൂദ റബിമാരുടെ അഭിപ്രായത്തിൽ മോശ രോഗമോ അക്രമ നിമിത്തമോ മറ്റിതര ബലഹീനത നിമിത്തമോ അല്ല മരിച്ചത്. അവന്റെ ആത്മാവ് സൗമ്യമായും സ്നേഹത്തോടെയും നേരിട്ട് ദൈവം തന്നെ വലിച്ചെടുത്തു. അതായത് ദൈവം ബ്രീത്ത് ഔട്ട് ചെയ്തപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി, ദൈവം ബ്രീത്ത് ഇൻ ചെയ്തപ്പോൾ അവൻ തിരികെ ദൈവത്തിങ്കിലേക്ക് പോവുകയാണ്. അപ്പൊ ദൈവം ഇവിടെ അവനെ ചുംബിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം അങ്ങോട്ട് കൊടുത്തത് ഈ ബ്രീത്ത് ഇൻ, ഈ ബ്രീത്ത് ഔട്ട്, അല്ലെങ്കിൽ ദൈവം ശ്വസിച്ചപ്പോൾ, ശ്വാസം പുറത്തുവിട്ടപ്പോൾ ജീവനായി, അത് തിരികെ എടുത്തപ്പോൾ അത് അവന്റെ ജീവിതത്തിൽ മരണമായി മാറി. മാത്രമല്ല ഇവിടെ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ മിഡ്രാഷ്, അതായത് മിഡ്രാഷ് എന്ന് പറഞ്ഞാൽ ഇവരുടെ പാരമ്പര്യ പുസ്തകമാണ്. മിഡ്രാഷ് പഠിപ്പിക്കുന്നത് 3 നീതിമാന്മാർ ഈ രീതിയിൽ മരിച്ചു എന്നാണ്. മോശ, അഹരോൻ, മിറിയാം. നമുക്കിത് തോറായിൽ അല്ലെങ്കിൽ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം 5 പുസ്തകങ്ങളിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അവരുടെ മരണം ശിക്ഷകളല്ല, മറിച്ച് പൂർത്തീകരണങ്ങളായിരുന്നു. നമുക്കറിയാം അഹരോനെ സംബന്ധിച്ചിടത്തോളം അഹരോനോട് പറയുന്നു, നീ മരിക്കണം, നിന്റെ വസ്ത്രം ഊരാൻ പറഞ്ഞു. അവ വസ്ത്രമൂരി മരിച്ചു. സോ ദിസ് ഇസ് അമൈസിംഗ് ആണ്, പൂർത്തീകരണമാണ്. ദൈവഹിതവുമായി പൂർണ്ണമായും യോജിച്ച ഒരു ജീവിതത്തിന്റെ പൂർത്തീകരണം. ഇത് മരണത്തെ വേർപിരിവായിട്ടല്ല, മറിച്ച് ഐക്യമായി പുനർനിർമ്മിക്കുകയാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു പ്രത്യക്ഷമായ ഭാവമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. അതായത് ദൈവം സംസാരിക്കുന്ന വായിൽ നിന്ന് സ്വീകരിക്കുന്ന വായിലേക്ക്. ഞാനിങ്ങനെ പറയാം, ദൈവം വർത്തമാനം പറയുന്നു, ദൈവത്തിന്റെ വചനം പുറപ്പെട്ടു വരുന്നു, അതേ വചനം സ്വീകരിക്കുന്ന നാവായി മാറുകയാണ്. ഇവിടെ മനോഹരമായ ഒരു കാര്യം കാണാൻ പറ്റുന്നത്, ദൈവവുമായി വാമൊഴിയായി മുഖാമുഖമായി സംസാരിച്ച മനുഷ്യനാണ് മോശ. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ദൈവം അവനുമായി മുഖാമുഖമായി സംസാരിച്ചു. ദർശനങ്ങളുടെയും സ്വപ്നങ്ങളുടെയും അല്ല, മറിച്ച് നേരിട്ട് സംസാരിച്ചു എന്ന് നമ്മൾ കാണുന്നു. അതായത് ഒരിക്കൽ ദൈവത്തിന്റെ പ്രമാണമായ തോറ സ്വീകരിച്ച വായ ഇപ്പോൾ മോശയെ സ്വീകരിക്കുന്ന വായായി മാറുന്നു. പറഞ്ഞാൽ ഒരു നാളിൽ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ന്യായപ്രമാണം, ദൈവത്തിന്റെ ന്യായപ്രമാണം പുറപ്പെട്ട അതേ വായ് മോശയെ സ്വീകരിക്കുന്ന വായായി മാറുകയാണ്. എബ്രായ ചിന്തയിൽ ജീവൻ ദൈവത്തിന്റെ ശ്വാസത്തിൽ നിന്നാണ് വരുന്നത്. ഉൽപ്പത്തി 2:7. മോശയെ സംബന്ധിച്ചിടത്തോളം ഈ ശ്വാസം ബലപ്രയോഗത്തിലൂടെയല്ല, മറിച്ച് അടുപ്പത്തിലൂടെയാണ് മണങ്ങുന്നത്. അതായത് ദൈവം അവനിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ, രോഗത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ അവന്റെ പ്രാണനെ അവിടെ നിന്ന് എടുക്കുകയല്ല, മറിച്ച് ദൈവവുമായിട്ടുള്ള ഏറ്റവും വലിയ ഇന്റിമസിയിൽ മോസസ് മടങ്ങുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ഏതോ വയലന്റ് ഡെത്ത് അല്ല, ദൈവവുമായിട്ടുള്ള ഏറ്റവും വലിയ അടുപ്പം. 40 വർഷം തമ്പുരാന്റെ കൂടെ നടന്നൊരു മനുഷ്യൻ അവനോടുള്ള ഏറ്റവും വലിയ ഇന്റിമസിയിൽ ദൈവത്തെങ്കിലേക്ക് മടങ്ങുകയാണ്. സൃഷ്ടിയെ രൂപപ്പെടുത്തിയ അതേ ദിവ്യമായ വായ് ഇപ്പോൾ തന്റെ ദാസനെ വീട്ടിലേക്ക് കൂട്ടിച്ചേർക്കും. ഒരിക്കലും കടക്കാത്ത ദാസൻ, എന്നിട്ടും പൂർണ്ണമായി എത്തിച്ചേർന്നിരിക്കും. ഒരുപാട് ബലഹീനതകൾ അദ്ദേഹത്തിനുണ്ടെങ്കിലും തന്റെ ജീവിതം ഒടുവിൽ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണാൻ പറ്റും. റബിമാര് ഈ വ്യാഖ്യാനത്തിൽ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. വേദപുസ്തകം പറയുന്നത് ദൈവം മോശയെ തന്റെ വാഗ്ദത്ത ദേശം കാണിക്കുന്നു, പക്ഷെ അതിൽ പ്രവേശിക്കുന്നില്ല. എന്നിരുന്നാലും ആവർത്തന പുസ്തകം അവസാനിക്കുമ്പോൾ ഒരു ദുരന്തത്തിലല്ല, മറിച്ച് ഏറ്റവും ബഹുമാനത്തിലാണ് അവസാനിക്കുന്നത്. ദൈവത്തിന്റെ ദാസനായ മോസസ് വാഗ്ദത്ത പ്രകാരം വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അപമാനിച്ച് അവന്റെ ജീവിതത്തിന്റെ ഒരു ദുരന്തത്തിലല്ല ദൈവം ഈ പുസ്തകത്തെ അവസാനിപ്പിക്കുന്നത്. ദൈവവുമായിട്ടുള്ള ഏറ്റവും വലിയ ഇന്റിമസിയിലാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ, യഹോവ മുഖാമുഖമായി അറിഞ്ഞ മോശയെ പോലൊരു പ്രവാചകൻ ഇസ്രായേൽ പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് വായിപ്പാനായിട്ട് കഴിയും. വാസ്തവത്തിൽ വാഗ്ദത്ത ദേശത്തിന് പുറത്തുള്ള മോശയുടെ മരണം ഒരു പരാജയമല്ല, അത് പരിവർത്തനമാണ്. ഉടമ്പടിയുടെ വേദശാസ്ത്രത്തിൽ
അത് അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ ഭൂമിശാസ്ത്രത്തിൽ അത് അവസാനിക്കുന്നു, അല്ലെങ്കിൽ ദൈവിക ഉടമ്പടി ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ അവസാനിച്ചു എന്ന് പറഞ്ഞ് അവസാനിക്കുന്നു. മോശ ന്യായപ്രമാണത്തെ തന്നെ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ എപ്പോഴും മോസസ് ആൻഡ് എലൈജ അല്ലെങ്കിൽ പ്രൊഫറ്റ്സ് എന്ന് പറയുമ്പോൾ മോസസ് എന്ന് പറഞ്ഞാൽ തന്നെ തോറ എന്ന്. അതായത് കൊണ്ടുപോകുവാനുള്ള ജീവനുള്ള ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ന്യായപ്രമാണം. ഇസ്രായേൽ പ്രവേശിക്കുന്ന അല്ലെങ്കിൽ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുന്ന വഴിയായി അവൻ ഇതിനകം മാറിയതിനാൽ, അതായത് മോസസ് ബിക്കെയിം ദ വേ ടു എൻറ്റർ ഇൻ ടു ദ പ്രോമിസ്ഡ് ലാൻഡ്. ഒന്നുകൂടെ പറയാം, മോസസ് വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിച്ചില്ലെങ്കിൽ പോലും മോസസ് ഇസ്രായേലിനെ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിപ്പിക്കുന്ന വഴിയായി മാറി. നമ്മുടെ കർത്താവായ യേശു എങ്ങനെയാണോ വഴിയായിരിക്കുന്നത്, അതുപോലെ പഴയ നിയമത്തിലെ ജനതയ്ക്ക് വാഗ്ദത്ത ദേശത്തിലേക്കുള്ള വഴിയായി മോശയെ ദൈവം മാറ്റുകയാണ്. മോശ ഒരിക്കലും വെറുമൊരു വ്യക്തിയല്ല, അല്ലെങ്കിൽ മോശയുടെ മരണമെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മരണമല്ല. അവൻ ഒരു മനുഷ്യനിൽ ഇസ്രായേലാണ്. അതായത് സകല ഇസ്രായേലും മോശയോട് ചേർന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവന്റെ മരണം ഒരു ഉടമ്പടിപരമായ ഭരണത്തിന്റെ അവസാനത്തെയും മറ്റൊന്നിനായുള്ള തയ്യാറെടുപ്പിനെയും അടയാളപ്പെടുത്തും. ആളുകൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി ദാസൻ വിശ്രമിക്കും. ദൈവത്തിന്റെ ജനം വാഗ്ദത്ത ദേശത്തിൽ ജീവനിലേക്ക് പ്രവേശിക്കേണ്ടതിന് ദൈവത്തിന്റെ ദാസനായ മോസസ് വിശ്രമത്തിനായി പോയി എന്ന് നമ്മൾ മറക്കരുത്. ഈ അർത്ഥത്തിൽ മോശയുടെ മരണം ഒരു സ്വകാര്യ മരണമല്ല, അതൊരു കോർപ്പറേറ്റ് മരണമാണ്. ഇടയൻ വിശ്രമിക്കുമ്പോൾ ആട്ടിൻകൂട്ടം ഇതിനകം പറഞ്ഞതനുസരിച്ച് നടക്കാൻ പഠിക്കുകയാണ്. കർത്താവായ ദൈവത്തിന്റെ വായാൽ മരിക്കുക എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നയിച്ച അതേ ശബ്ദത്തിൽ വിശ്വസിക്കുക എന്നതാണ്. നിങ്ങളുടെ വിശ്രാമത്തിലേക്ക് നയിക്കുക എന്നതാണ്. വിശ്വാസത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപം നമ്മുടെ സ്വന്തം കണ്ണുകളാൽ വാഗ്ദത്തം നിറവേറ്റപ്പെടുന്നത് കാണുന്നതല്ല. ലഭിച്ച വാഗ്ദത്തം മൊത്തം കൈവശപ്പെടുത്തുന്നതല്ല വിശ്വാസത്തിന്റെ ഉയർന്ന രൂപം, മറിച്ച് ദൈവത്തിന്റെ വിശ്വസ്തതയുടെ പൂർത്തീകരണം. അവന്റെ ജീവിതം അവസാനിക്കുന്നത് പരിശ്രമത്തിലൂടെയല്ല, മറിച്ച് കീഴടങ്ങലിലൂടെയാണ്. ഒരിക്കൽ അവനെ മുൾപ്പടർപ്പിൽ നിന്ന് വിളിച്ച അതേ ദൈവത്തിന്റെ ശ്വാസത്തിലേക്ക് ദൈവം അവനെ തിരികെ കൊണ്ടുപോവുകയാണ്. അനുസരണം അളക്കുന്നത് നമ്മൾ എത്ര ദൂരം പോകുന്നു എന്നതിലല്ല, മറിച്ച് എത്ര ആഴത്തിൽ ദൈവശബ്ദം ശ്രദ്ധിക്കുന്നു എന്നതിനാണ് എന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ പഠിക്കാം. ജീവിതത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് അവസാനം അവന്റെ സാന്നിധ്യത്തിൽ സമാധാനത്തിനായി നമ്മെ ഒരുക്കട്ടെ. ദ ഡിവൈൻ കിസ്, ദൈവത്തിന്റെ ദിവ്യമായ ആ ചുംബനം ദൈവഭൃത്യനെ തൻ്റെ വിശ്രമത്തിലേക്ക് നയിച്ചു. സോ കർത്താവുമായുള്ള ബന്ധത്തിൽ, ആഴമായ ബന്ധത്തിൽ തുടരാൻ ഈ ഒരു ചെറിയ ഡിവോഷൻസ് നിങ്ങൾക്ക് ഇടവരുത്തട്ടെ. നിങ്ങൾക്ക് ഇതുവരെ ഇത് മനസ്സിലായാലും ഒന്നുകൂടെ വായിക്കുക, ഒന്നുകൂടെ കേൾക്കുക. കർത്താവിൻ്റെ കൃപ എല്ലാവരെയും ഏറ്റവും അധികമായി സൂക്ഷിക്കട്ടെ. ഇന്നത്തെ ദിവസം അത്ഭുതങ്ങളുടെയും ദൈവപ്രവൃത്തികളുടെയും കർത്താവുമായിട്ടുള്ള ഏറ്റവും വലിയ ഇൻറ്റിമസിയുടെ ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. God bless you. Amen.